Gene action from genotype to phenotype, influence of the environment. ട്രെയ്റ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ ജീനോടൈപ്സ് മാത്രമാണോ ആക്ട് ചെയ്യുന്നത്? എൻവയോൺമെൻറ്റിന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ സെഷനിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സാധാരണ രീതിയിൽ നമ്മുടെ ഒരു മിസ്കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിസത്തിൻ്റെ ട്രെയ്റ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജീനോടൈപ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫീനോടൈപ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾഡ് ആകുന്നത് ജീനോടൈപ്സ് അല്ലെങ്കിൽ ജനറ്റിക് മേക്കപ്പിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ടാണ്. പക്ഷേ ഇതൊരു മിസ്കൺസെപ്റ്റ് ആണ്. ഫീനോടൈപ്സ് ആർ നോട്ട് എൻറ്റയർലി കൺട്രോൾഡ് ബൈ ജീനോടൈപ്സ് അലോൺ. ഫീനോടൈപ്സ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് എൻവയോൺമെൻറ്റൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്. അപ്പോൾ ട്രെയ്റ്റ്സിനെ അല്ലെങ്കിൽ ഫീനോടൈപ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ജനറ്റിക് ഫാക്ടേഴ്സും കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ആക്ഷനാണ് നടത്തുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന ആ ഫീനോടൈപ്പ് ട്രെയ്റ്റിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ പർട്ടിക്കുലർ ട്രെയ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജീനോടൈപ്പ് ഉണ്ട്. ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഹോമോസൈഗസ് ഡോമിനൻറ്റ് കണ്ടീഷനാണ്. ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന അല്ലീലാണ് ടോൾനെസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഓർഗാനിസം ഉണ്ടാവുമ്പോൾ, അതായത് ഗ്യാമേറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഇതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഡിസൈഡഡ് ആണ്. അപ്പോൾ ഇതൊരു ടോൾ ആയിട്ടുള്ള ആർക്കിടെക്ചറാണ് അറ്റൈൻ ചെയ്യേണ്ടത്. ടോൾ പ്ലാന്റ് ആയിട്ടാണ് വളരേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു ജീനോടൈപ്പ് ഉള്ളതുകൊണ്ട് മാത്രം ഇതൊരു ടോൾ പ്ലാന്റ് ആയിട്ട് വളരണമെന്ന് നിർബന്ധമില്ല. ടോൾനെസ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ കണ്ടീഷൻ, ഗ്രോത്ത് എന്ന് പറയുന്ന കണ്ടീഷൻ ഡിപ്പെൻഡ്സ് ഓൺ മെനി അതർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഓൾസോ. അതായത് ന്യൂട്രിയൻസ്, ഇത് വളരുന്ന ആ ചുറ്റുപാടിൽ നിന്ന്, സോയിലിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതുപോലുള്ള എലമെൻറ്റ്സ് ഒക്കെ കിട്ടുന്നില്ലെങ്കിൽ ഗ്രോത്ത് റിട്ടാർഡ് ആയി പോകും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വാട്ടർ, എസെൻഷ്യൽ ആയിട്ടുള്ള എബയോട്ടിക് ഫാക്ടേഴ്സ് എല്ലാം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ പർട്ടിക്കുലർ ജീനോടൈപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രോത്ത് ഈ പ്ലാന്റിന് അറ്റൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പർട്ടിക്കുലർ ജീനോടൈപ്പ് ഉള്ളതുകൊണ്ട് മാത്രം ഈ പ്ലാന്റ് ടോൾ ആവത്തില്ല. ടോൾ ആകണമെങ്കിൽ എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ന്യൂട്രിയൻസും എബയോട്ടിക് ഫാക്ടേഴ്സും ഒക്കെ ആക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെയും ജനറ്റിക് ഫാക്ടേഴ്സിൻ്റെയും കമ്പൈൻഡ് ആക്ഷൻ്റെ ഫലമായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഈ കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ എക്സാമ്പിൾസ് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കി എടുക്കാം. ഇൻഫ്ലുവൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ഓൺ ഫീനോടൈപ്പ്. എങ്ങനെയാണ് എൻവയോൺമെൻറ്റിൻ്റെ എഫക്റ്റിൽ ഫീനോടൈപ്സ് അഫക്റ്റഡ് ആകുന്നത്? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രോസോഫിലയുടെ ഒരു പോപ്പുലേഷനെ കൺസിഡർ ചെയ്യാം. ഒരു മ്യൂട്ടൻറ്റ് പോപ്പുലേഷനാണ് ഷിബയർ പോപ്പുലേഷൻ. ഇറ്റ് ഈസ് എ മ്യൂട്ടൻറ്റ് വെറൈറ്റി ഓഫ് ഡ്രോസോഫില. ഇതിൻ്റെ നോർമലായിട്ടുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള കൾച്ചറിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. 25 ഡിഗ്രി സെൽഷ്യസിൽ ഷിബയറിൻ്റെ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ജീനോടൈപ്പ് അതിൻ്റെ ഫീനോടൈപ്സിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യും. ജീൻസ് പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്ത് പ്രോഡക്ട്സിനെ ഉണ്ടാക്കും. അത് ഫീനോടൈപ്സിനെ കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യും. ഫീനോടൈപ്സ് എക്സ്പ്രസ്ഡ് ആവും. അതിൻ്റെ അർത്ഥം ഈ ഓർഗാനിസം 25 ഡിഗ്രി സെൽഷ്യസിൽ വയബിൾ ആണ്, ഫെർട്ടൈൽ ആണ്, അവയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. വയബിലിറ്റി മീൻസ് ദ എബിലിറ്റി ടു സർവൈവ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ഫാക്ടറാണ്. അത് ഈ ഓർഗാനിസത്തിൻ്റെ ഫീനോടൈപ്സിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ 25 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കൾച്ചറിങ് ടെമ്പറേച്ചർ. അത് 25 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 29 ഡിഗ്രി സെൽഷ്യസിലേക്ക് എലവേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കിന് ഇതിൻ്റെ മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ജീനോടൈപ്പ് അത് കൺട്രോൾ ചെയ്യുന്ന ട്രെയ്റ്റ്സിനെ, ഫീനോടൈപ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. മ്യൂട്ടൻ്റ് ആയിട്ടുള്ള ജീൻസിൻ്റെ അല്ലെങ്കിൽ ജീനോടൈപ്പിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ നോൺ ഫങ്ഷണൽ ആയിട്ട് വരുന്നു. അതിൻ്റെ അർത്ഥം ഈ പോപ്പുലേഷൻ 29 ഡിഗ്രി സെൽഷ്യസിൽ വയബിൾ അല്ല, അവ ഡെഡായി പോകും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടറാണ്.
ആ ടെമ്പറേച്ചർ ഈ ഓർഗാനിസത്തിൻ്റെ വയബിലിറ്റി എന്ന് പറയുന്ന ഫിനോടൈപ്പിനെ കൺട്രോൾ ചെയ്തു. 25°C വയബിൾ ആയിരുന്നു, 29°C വന്നപ്പോഴേക്കിന് വയബിലിറ്റിക്ക് പ്രശ്നം ഉണ്ടായി. ഈ ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് മാറിയതെന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടറാണ്. എൻവയോൺമെൻറ്റൽ ഫാക്ടറിൻ്റെ ഇൻഫ്ലുവൻസിൽ ഈ ഓർഗാനിസത്തിൻ്റെ ഫീനോടൈപ്പിൽ, അതിൻ്റെ സർവൈവബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടായി. ദ ഫിനോടൈപ്പ് ഓഫ് ദ ഷിബെയർ മ്യൂട്ടേഷൻ ഈസ് ടെമ്പറേച്ചർ സെൻസിറ്റീവ്. അറ്റ് 25°C the mutation is viable or able to survive, but at 29°C it is lethal. ഇനി എങ്ങനെയാണ് ഹ്യൂമൻ ജീൻസിൻ്റെ എക്സ്പ്രഷനെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത്, അത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഫീനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്ന ഇൻബോൺ എറർ ഓഫ് മെറ്റാബോളിസം ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. അതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇറ്റ് ഈസ് എ റെസസീവ് ഡിസോർഡർ ഓഫ് അമിനോ ആസിഡ് മെറ്റാബോളിസം. ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന ഡയറ്റിലൂടെ കിട്ടുന്ന അമിനോ ആസിഡിൻ്റെ മെറ്റാബോളിസത്തിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റിയാണ് ഫിനൈൽ കീറ്റോൺ യൂറിയ എന്ന് പറയുന്ന അസുഖം. Infants homozygous for the mutant allele accumulates toxic substances in their brains that causes abnormality in brain's development. ഫിനൈൽ അലാനിൻ്റെ മെറ്റാബോളിസം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫിനൈൽ അലാനിൻ ശരീരത്തിലേക്ക് വരുമ്പോൾ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം അതിനെ ടൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് നോർമലായിട്ട് നടക്കേണ്ട മെക്കാനിസം. ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ എൻസൈമിനെ കൺട്രോൾ ചെയ്യുന്നത് PAH ജീൻ എന്ന് പറയുന്ന ഒരു ജീനാണ്. PAH ജീനിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാകുമ്പോൾ, അതായത് റെസസീവ് ജീനോടൈപ്പ് എക്സിസ്റ്റ് ചെയ്യുമ്പോഴേക്കിന് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് പ്രോപ്പറായിട്ട് സിന്തസൈസ് ആകത്തില്ല. അതിൻ്റെ അർത്ഥം ഫിനൈൽ അലാനിൻ ഒരിക്കലും ടൈറോസിനായിട്ട് കൺവേർട്ടഡ് ആകത്തില്ല. ഫിനൈൽ അലാനിൻ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യും. അത് അതിൻ്റെ ടോക്സിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ടഡ് ആവും. നെർവസ് സിസ്റ്റത്തിൽ ഡാമേജസ് ഉണ്ടാക്കും, മെൻ്റൽ ഇമ്പയർമെൻറ്റും അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ സിന്തസിസിലൊക്കെ ഓൾട്ടറേഷനും ഒക്കെ ഉണ്ടാക്കും. ഈ ഡിസീസിനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? ഇതൊരു സിൻസ് ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസോർഡർ, വി കനോട്ട് ട്രീറ്റ് ദ ഡിസീസ് ആസ് സച്ച്. നമുക്ക് അതിന് കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇല്ല. ജീൻ തെറാപ്പിയൊക്കെ അപ്ലൈ ചെയ്യണം, അതൊക്കെ പോസിബിൾ അല്ല. പക്ഷേ അതായത് ഇതിൻ്റെ സിംറ്റംസിനെ കുറയ്ക്കാൻ സാധിക്കും. ഇൻഫൻറ്റ്സ് ഹൂ ആർ ഫെഡ് ലോ ഫിനൈൽ അലാനിൻ ഡയറ്റ്സ് യൂഷ്വലി മച്യൂർ വിത്തൗട്ട് സീരിയസ് മെൻ്റൽ ഇമ്പയർമെൻറ്റ്. ഫിനൈൽ അലാനിൻ എന്ന് പറയുന്നത് ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ അസുഖമുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഈ അബ്നോർമാലിറ്റി ഉണ്ടെന്നുള്ളത് ഏർലി സ്റ്റേജസിൽ തന്നെ ഡയഗ്നോസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിൽ ഒരിക്കലും ഫിനൈൽ അലാനിൻ കൂടുതലുള്ള ഡയറ്റ് ഫോളോ ചെയ്യരുത്. അവർക്ക് ഒരു ലോ ഫിനൈൽ അലാനിൻ ഡയറ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഫിനൈൽ അലാനിൻ്റെ മെറ്റാബോളിസത്തിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് വരത്തില്ല. കാരണം എന്താണ്? ശരീരത്തിൽ ഫിനൈൽ അലാനിൻ ഇല്ല. പക്ഷേ അവരുടെ ജീനോടൈപ്പ് ആ റെസസീവ് ആയിട്ടുള്ള കണ്ടീഷനിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മെൻ്റൽ ഇമ്പയർമെൻറ്റ് അതുപോലെ തന്നെ മെലാനിൻ പിഗ്മെൻറ്റിലെ ഓൾട്ടറേഷൻ, ഇത് രണ്ടും ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ജനറ്റിക് മേക്കപ്പാണ് അവർക്ക് ഉള്ളത്. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ലോ ഫിനൈൽ അലാനിൻ കണ്ടൻ്റാണ് അവർക്ക് ഫുഡിലൂടെ കിട്ടുന്നത്, ഡയറ്റിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഇൻഡിവിജ്വൽസിൽ, ഇങ്ങനെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൽ സീരിയസ് ആയിട്ടുള്ള മെൻ്റൽ ഇഷ്യൂസ്, മെൻ്റൽ ഇമ്പയർമെൻറ്റ്സ് ഉണ്ടാകുന്നില്ല. അതിനുള്ള കാരണം ജീനോടൈപ്പ് മാത്രമല്ല ഒരു പർട്ടിക്കുലർ ഫിനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഡയറ്റിനൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. This example illustrates how an environmental factor diet can be manipulated to modify a phenotype.